താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വഴിത്തിരിവായത്. വിവരങ്ങൾ നൽകാനായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്നലെയാണ് ഇത്തരത്തിലുള്ള CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ലഭ്യമായത്. അവർ മുംബൈയിൽ എത്തിയിട്ടുണ്ടെന്നും ഒപ്പം തന്നെ ബ്യൂട്ടി പാർലറിൽ എത്തിച്ചേർന്ന് അവിടെ മുടി സ്മൂത്തൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തതിലൂടെയുള്ള ദൃശ്യങ്ങളാണ് ഇന്നലെ നമുക്ക് ലഭ്യമായത്. ഇപ്പോൾ കുട്ടികളെ കണ്ടെത്തി എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതലായ വിശദാംശങ്ങൾ? ശിവദാസ്. അഞ്ജന, ബുധനാഴ്ച ഉച്ച മുതലാണ് ഈ രണ്ട് വിദ്യാർത്ഥിനികളെ കാണാതായത്. താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2, +1 വിദ്യാർത്ഥിനികളാണ്. അശ്വതി, ഫാത്തിമ ഷഹദ എന്നീ രണ്ട് വിദ്യാർത്ഥിനികളെയാണ് 2 ദിവസം മുൻപ് കാണാതായത്. വിദ്യാർത്ഥിനികൾ പരീക്ഷയ്ക്കായി സ്കൂളിൽ എത്തിയതായിരുന്നു. പിന്നീട് ഈ കുട്ടികളെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ഇന്നലെ മുതൽ വ്യാപകമായ തിരച്ചിലാണ് നടത്തിയത്. പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കം വ്യാപകമായ ഒരു തിരച്ചിലാണ് നടത്തിയത്. കാരണം ഇവർ ട്രെയിൻ കയറി ദൂരെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് അത്തരത്തിൽ ആ ഭാഗങ്ങളിലുള്ള സംശയമുള്ള ഭാഗങ്ങളിലുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കം തിരച്ചിലിൽ പങ്കാളികളായത്. പിന്നീട് ഇന്നലെയാണ് ഇവരുടെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മുംബൈയിലെ ഒരു സലൂണിൽ നിന്നും മുടി മുറിക്കുന്ന ഹെയർ സ്റ്റൈൽ മാറ്റുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിനുശേഷം അവർ മുംബൈയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയായിരുന്നു. പിന്നീട് ഒരു എടവണ്ണ സ്വദേശിയായ ഒരു റഹീം എന്ന ഒരു യുവാവിനെയും കാണാനില്ലായിരുന്നു. റഹീം ഇവരോടൊപ്പം ഉണ്ട് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് റഹീമിന്റെ വീട്ടുകാരെയും ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് റഹീം ഇവരോടൊപ്പം ഉണ്ട് എന്നത് വ്യക്തമായി. റഹീം ഒരിക്കൽ റഹീമിന്റെ ഫോണിൽ നിന്നും കൂട്ടുകാർ താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വഴിത്തിരിവായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.